കൊടുക്കാൻ പോവാണ്. വായോ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അമ്മയ്ക്ക് മുണ്ടും നേരിയതും ഗിഫ്റ്റ് അയച്ചു തന്നു കേട്ടോ. എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് അയച്ചു തന്നപ്പം ടീച്ചറമ്മ ഏറ്റവും സ്നേഹിക്കുന്ന സാറിൻ്റെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞ് അയച്ചു തന്നു. ഇഷ്ടപ്പെട്ടാ? വിഷുസമ്മാനമായല്ലോ അമ്മയ്ക്ക്. താങ്ക് യു പറ. താങ്ക് യു. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്താ പരിപാടി രാവിലെ? ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കുളിച്ചു, താഴേക്ക് ഇറങ്ങി, ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടിയുണ്ട്. ചെടിയുടെ സെക്ഷനൊക്കെ പരിപാലിക്കുന്ന ചേട്ടനാണ് കേട്ടോ. ഞാൻ വെറുതെ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിക്കത്തേ ഉള്ളൂ. ചേട്ടനാണ് ഈ ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ചേട്ടൻ തരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ കഴിയുന്നത്. വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് രസകരമായ ആ കാഴ്ച കണ്ടത്. ചേട്ടനോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാനിട്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അമ്മച്ചി കുമ്പള പൊട്ടി ചൊളിക്കണോ? നല്ല രസമുണ്ടല്ലേ? ഈ ബബിൾസ് പൊട്ടിച്ച് കളിക്കാൻ എനിക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാണോ എന്നുള്ളത് കമന്റിൽ പറയണം. പിന്നെ വരവേൽക്കാനായിട്ട് കണിക്കൊന്ന പിടിച്ചേക്കുന്നുണ്ടോ നമ്മുടെ മുറ്റത്ത്. ഇത്തവണ നമ്മൾ അടിപൊളി വിഷുക്കണി ഒരുക്കുന്നുണ്ട് കേട്ടോ. നിറയെ ചക്ക ഉണ്ട് കേട്ടോ. ചക്ക വേണ്ടവരൊക്കെ വായോ. ഇതൊക്കെ പറ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഹായ് ഡിയേഴ്സ്, നമ്മളൊന്ന് പുറത്ത് പോകാൻ പോവാണ്. നമുക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ എല്ലാരും ടീച്ചറമ്മയ്ക്ക് ഇപ്പൊ പുറത്ത് പോകാൻ വരുമല്ലേ? വായോ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഡ്രസ്സ്. ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ് അയച്ചു തന്നിട്ടുള്ളതാണ്. ഈ ടീഷർട്ട് കേട്ടോ. ഇതുപോലത്തെ ഇനിയും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മാർക്കറ്റിൽ പോയിട്ട്. അപ്പോൾ ചേട്ടൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിവിടെ പോവാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറാണ് കേട്ടോ. ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ സ്കൂട്ടർ? 11 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇപ്പോഴും കുട്ടപ്പനല്ലേ. നമുക്കപ്പോൾ മാർക്കറ്റിൽ പോകാം. നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ മാർക്കറ്റ്. അതാണ് ഞങ്ങൾ ഹെൽമെറ്റ് ഒക്കെ വെക്കാതെ പോകുന്നത്. പണ്ട് ലൈഫ് കോച്ചിങ്ങിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയായിരുന്നു മാർക്കറ്റിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായപ്പോൾ എല്ലാ ദിവസവും മാർക്കറ്റിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നും. അപ്പോൾ ഞാൻ പറയും ചേട്ടാ നമുക്കൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ പോകുന്നത് മീനമ്പലം മാർക്കറ്റിലാണ്. അവിടെ മീനിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ പ്ലാവിൻമൂട് മാർക്കറ്റിലാണ് എത്തിയത്. കുറേ ദിവസമായിട്ട് ചക്കയാണ് കഴിച്ചത്. ഇപ്പോൾ കപ്പ കഴിക്കാനായിട്ടൊരാഗ്രഹം. അങ്ങനെ കുറച്ച് കപ്പ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അയലയാണ് കേട്ടോ നമ്മൾ മേടിച്ച മീൻ. എല്ലാ ദിവസവും സെയിം റൊട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും അല്ലേ, എപ്പോഴും ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ റൊട്ടീൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അതെന്നെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻ വീട്ടിൽ കൊടുത്തിട്ട് നമുക്ക് നേരെ ബാങ്കിലേക്ക് പോകണം. അത് കഴിഞ്ഞ് വന്ന് 1 PM ക്ലാസ് എടുക്കുകയും വേണം. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ക്ലാസ് ഇല്ലേ വെക്കേഷന്? ഓക്കെ, ആള് BBAക്ക് പഠിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലാസ് ഉണ്ട്. അമലു ഇനി സൺഡേ വരുള്ളൂ കേട്ടോ. അമലു ഇല്ലാത്തതിൻ്റെ ഒരു നല്ല കുറവ് വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് ടോയ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കസിൻസിൻ്റെ മക്കൾ ശ്രുതിയുടെയും സ്വാതിയുടെയും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളെ അവരുടെ വീട്ടിൽ ഉത്സവത്തിന് വിളിച്ചിട്ടുണ്ട്. പോകുമ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ കളിപ്പാട്ടം വാങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആണ് കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെ എൻ്റെ മക്കൾക്കൊന്നും അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം അന്നൊക്കെ ഞാൻ വിചാരിച്ചത് അങ്ങനെ കളിപ്പാട്ടത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓരോ പ്രായത്തിലും അവർ കളിക്കേണ്ട ടോയ്സ്, അത് പിന്നെ അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി. ഇപ്പം ഞാൻ പിള്ളേർക്കൊക്കെ ടോയ്സാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൂടെ മേടിക്കണം. നമുക്ക് നാളെ മേടിക്കാം. പിന്നെ ഞങ്ങൾ ബാങ്കിലേക്ക് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ വീട്ടിലെത്തി. അങ്ങനെ ബാങ്കിൽ നിന്ന് എത്തി ചോറിനാൻ പോവാണ്. ഇന്ന് ചോറിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കാണണ്ടേ.
ചോറ്, പുളിശ്ശേരി, ഇത് ഉണക്കക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മേടിച്ച കിഴങ്ങല്ല, ഇത് കുറച്ച് ഉണക്കക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കറി, ചീരത്തോരൻ, മീൻ വറുത്തത്, മീൻ കറി. പിന്നെ വന്നിട്ട് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയത്തുള്ള എൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാനലിലൂടെ നിങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാനൽ കണ്ടിട്ട് ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. യൂട്യൂബിൽ രസത്തിന്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും കാണണേ. അമ്മയുടെ സ്പെഷ്യൽ രസമാണ്. അമ്മയുടെ രസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന്റെ റെസിപ്പി അമ്മ ഞങ്ങൾക്ക് പോലും പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾക്കാണ് അമ്മ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അത് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ രേഖപ്പെടുത്തണം. അത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. മാങ്ങയാണ് കേട്ടോ. എനിക്കൊരു വലിയൊരു കൗതുകം തോന്നി കണ്ടപ്പോഴേ ഒന്ന് മുറിച്ച് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എന്തിനെടുക്കുന്നു? ആദ്യമായിട്ടല്ലേ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നേ? ഇഷ്ടപ്പെട്ടാ? എന്താണ് അമ്മയ്ക്ക് എല്ലാവരോടും പറയാനുള്ളത്? എല്ലാരും രസം ഉണ്ടാക്കിയിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന്. അതെ അതെ അതെ, എല്ലാവർക്കും രസം ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കൊല്ലം സ്പെഷ്യൽ രസം എങ്ങനെ ഉണ്ടോന്ന് പറയണേ. ദേവൂട്ടൻ, ഇതാണ് എന്റെ കളിക്കൂട്ടുകാരൻ. ദേവൂട്ടൻ ഏറ്റവും ഇഷ്ടം ആരെയാ? മാമി എന്തുകൊണ്ടാ ഇഷ്ടം? എന്തൊക്കെ മേടിച്ചു തരും? എല്ലാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറ, എന്തൊക്കെ മേടിച്ചു തരും മാമി? ചിക്കൻ ഫ്രൈ എന്നാൽ ഇത്തിരി സ്നേഹം മാമിയുടെ കൂടുതലല്ലേ? മാമിയോട് എത്ര സ്നേഹമുണ്ട്? 10 സ്നേഹമുണ്ട് കേട്ടാ. മാമന്റെ കൂടെ എനിക്കിത് കുടിക്കുമ്പോഴത്തെ ഓർമ്മ വരുന്നതേ. ഹായ്, ഉഴായിക്കോട്ട് അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പൊ നമ്മുടെ മാമന്റെ വീട്ടില് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് കണ്ണമോനാണ് കേട്ടോ ഡ്രൈവർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ബാക്കിലാണ് ഇരുന്നത്. കണ്ണമോൻ എപ്പോഴും പരാതിയാണ്, അവന് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ അവൻ്റെ പരാതി തീരട്ടെ എന്ന് വിചാരിച്ചിരുന്ന് അവനെ ഓടിക്കാൻ കൊടുത്തു. പിള്ളേർക്ക് കളിപ്പാട്ടമൊക്കെ കൊണ്ട് കൊടുത്ത പാടെ അവർ കളിപ്പാട്ടം വെച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. ഞാനും കണ്ണമോനും ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ചു. ചേട്ടൻ കഴിക്കുന്നത് സദ്യയാണ്. മാമൻ്റെ വീട്ടിൽ പശുവുണ്ട്. ചെന്നപ്പോൾ മാമൻ പാല് കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെഷീൻ വെച്ച് പാല് കറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ. എൻ്റെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പിള്ളേർക്കൊപ്പം കൂടി കഴിഞ്ഞാൽ പിള്ളേരെക്കാട്ടി കഷ്ടമാണ് ഞാൻ. അങ്ങനെ പിള്ളേർക്കൊപ്പം കളിപ്പാട്ടം കൊണ്ട് ഞാനിരുന്ന് കളിക്കുന്ന സീനാണ് കേട്ടോ. ഇനി നമുക്ക് ഉത്സവം കാണാൻ പോയാലോ? ഇത് എൻ്റെ ബ്രദർ അപ്പു, അവൻ്റെ വൈഫ് രാഖി, മോളെ നിങ്ങൾക്ക് അറിയാമല്ലോ, അനാമിക. അനിച്ചേട്ടൻ സീരിയസ് ആയിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറയാൻ പറഞ്ഞപ്പോൾ വലിയ പാടുവിട്ടു. ഹായ്. ഇതാണ് നെടും കുതിരയെടുപ്പ്. നമ്മുടെ കൊല്ലത്തൊക്കെ ഇങ്ങനെയുള്ള കുതിരയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന കുതിരയുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള കുതിരയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഏത് തരം കുതിരയാണുള്ളത് എന്നുള്ളത് കമൻറ്റിൽ പറയണേ. ഉത്സവ സീസണൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം 1-2 അമ്പലത്തിലൊക്കെ ഉത്സവമുള്ളൂ. ബാക്കിയുള്ള ഉത്സവങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി നമ്മൾ 1 വർഷം കാത്തിരിക്കണം അടുത്ത ഉത്സവത്തിനായിട്ട്. ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തുകൂടലും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കലും പിന്നെ വൈകുന്നേരം കുതിരയെടുപ്പ് കാണാൻ പോകലും, ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ചു നേരം ഉറിയടി കണ്ടാലോ? അങ്ങനെ ഉത്സവമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇന്നത്തെ കുഞ്ഞു വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.